ലിറ്റർ നമ്മൾ നോക്കണം, കുടിക്കണം. പക്ഷേ രാത്രി സമയത്ത് കുടിച്ചാൽ എന്ത് പറ്റും? ടോയ്ലറ്റിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ് ആകും. അപ്പൊ എന്താ ചെയ്യണ്ടേ? പകൽ സമയത്ത് 2 ലിറ്റർ തന്നെ എടുത്ത് വെച്ച് പകൽ സമയത്ത് തന്നെ മാക്സിമം നമ്മൾ കുടിക്കണം. രാത്രി സമയത്ത് അങ്ങനെ ചെയ്ത ഉറക്കം ഡിസ്റ്റർബ് ആകും. നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇത്. ഓക്കെ. പിന്നെ അതുപോലെ പല ടൈപ്പ് ഓഫ് ഡിസീസ് വരും. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വെച്ചോണ്ടിരിക്കുക, അതാണ് മെയിൻ തിങ്. നമ്മൾ ഉടനെ ഡോക്ടറെ കണ്ട് അതിന് ട്രീറ്റ്മെന്റ് എടുക്കും. വളരെ ചെറുതായിട്ട് ഞാൻ നമ്മുടെ ശരീരത്തിലുള്ള മാറ്റത്തിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൽ വരുന്ന എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് കാണാം. ഓൾറെഡി നമ്മുടെ അനുഭൂഷണം പറഞ്ഞു. എന്നാലും ഈ വിഷാദം, ഉത്കണ്ഠ, ഇതെല്ലാം എല്ലാ പ്രായകാലത്തും കാണുന്ന കാര്യങ്ങളാണ്. നമുക്ക് മാറ്റം ഈ ഒരു 60 വയസ്സ് കാണുന്ന മാത്രമല്ല കാണുന്നത്, എല്ലാ പ്രായക്കാർക്കും. ഇപ്പൊ നമ്മൾ കാണുന്നത് ന്യൂസ് എടുത്താൽ എന്തൊക്കെയാ കാണുന്നത്? ന്യൂസ് എടുത്താൽ എന്തൊക്കെയാ കാണുന്നത്? കുട്ടികൾ ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടോ? ഇല്ലേ? എന്താ വായിച്ചേ? എല്ലാവരും കൂന്തൽ കഴിക്കണം, ബ്രെയിൻ ഫുഡാണ്. കൊലപാതകങ്ങൾ നടക്കുന്ന കുട്ടികൾക്ക് ഫോൺ കൊടുത്തില്ലെങ്കിൽ അവരെന്താ ചെയ്യാം? ഭക്ഷണം കഴിക്കണേ ഫോൺ കൊടുക്കണം, ഫോൺ സൂസൈഡ്, അങ്ങനത്തെ കുറെ ഡേഞ്ചറസ് അല്ലെങ്കിൽ വിഷമം വരുന്ന കാര്യങ്ങളാണ് നമ്മൾ എടുത്താൽ വായിക്കുക.